തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം നിയമസഭയിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ തന്റെ രാഷ്ട്രീയ എതിരാളികൾക്കും വിമർശകർക്കും ശക്തമായ ഭാഷയിൽ മറുപടി നൽകി ജോസഫ് വിജയ്. ഒരു കുടുംബത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയമെന്ന് DMK-യെ ലക്ഷ്യമിട്ട് വിജയ് പറഞ്ഞു. 1967-ൽ അണ്ണാദുരൈയും 77-ൽ MGR-ഉം സാധാരണക്കാർക്കായി സർക്കാർ രൂപീകരിച്ചതുപോലെ 2026-ൽ വിജയിയുടെ സർക്കാരും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. MK സ്റ്റാലിൻ്റെ വൈറലായ ആംഗ്യം നിയമസഭയിൽ വിജയ് അനുകരിച്ചതും കൗതുകമായി മാറി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു നാടകീയ രംഗങ്ങൾ. എന്നാൽ വിജയിയുടെ വിമർശനങ്ങൾക്ക് അതിരൂക്ഷ ഭാഷയിലാണ് ഉദയനിധി സ്റ്റാലിൻ മറുപടി പറഞ്ഞത്. വിജയിയുടെ ഭാര്യ സംഗീത ചെങ്കൽപ്പേട്ട് കോടതിയിൽ നൽകിയ വിവാഹമോചന ഹർജിയെ പരാമർശിച്ചായിരുന്നു ഉദയനിധിയുടെ പ്രതികരണം. തമിഴ്നാട് നിയമസഭ സിനിമാ സ്റ്റൈൽ രംഗങ്ങൾക്കാണോ ഇനി സാക്ഷ്യം വഹിക്കുക? കാണാം ഡേസ് റാപ്പ്. മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനുമെതിരെ രൂക്ഷ വിമർശനമാണ് വിജയ് നടത്തിയത്. മുൻ സർക്കാർ നടത്തിയ അഴിമതികൾ തന്റെ സർക്കാർ ആവർത്തിക്കില്ലെന്നും ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും വിജയ് നിയമസഭയിൽ പറഞ്ഞു. DMK ഭരണകാലത്ത് പദവികൾ പണത്തിന് വിൽക്കുകയായിരുന്നു. എന്നാൽ തന്റെ സർക്കാർ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. എതിരാളികൾ തന്നെ തകർക്കാൻ ശ്രമിച്ചിട്ടും അധികാരത്തിലെത്തിയെന്നും പലരും ഒരു നടന്റെ പാർട്ടിയെന്ന് പറഞ്ഞ് TVK-യെ നിസാരവൽക്കരിച്ചുവെന്നും വിജയ് സഭയിൽ പറഞ്ഞു. BJP-യുടെ ആശയപരമായ എതിർപ്പുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളെയും എതിർക്കില്ല. പെരിയാറിന്റെ വിശാല തത്വങ്ങളോട് മാത്രമാണ് തങ്ങൾക്ക് യോജിപ്പെന്നും അദ്ദേഹത്തിന്റെ മതത്തോടുള്ള കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്നില്ലെന്നും വിജയ് പറഞ്ഞു. മുഖ്യമന്ത്രി വിജയുടെ പ്രസംഗത്തിനിടെ DMK അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ വിജയ് തന്റെ സ്വതസിദ്ധമായ സിനിമാ സ്റ്റൈലിലേക്ക് ചുവടുവെച്ചു. ഒരു കുട്ടിക്കഥ സൊല്ലട്ടുമാ എന്ന് സ്പീക്കറുടെ അനുമതിയോടെ ചോദിച്ച വിജയ് സ്റ്റാലിനെയും ഉദയനിധിയെയും പേരെടുത്തു പറയാതെ പരിഹസിച്ചു. MK സ്റ്റാലിന്റെ വൈറലായ ആംഗ്യം വിജയ് അനുകരിച്ചത് TVK അംഗങ്ങൾ വൻ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. വിജയുടെ വിമർശനങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചത്. RDX റാപ്പ് ന്യൂസ് മലയാളം. നിയമസഭയിലെ തന്റെ പ്രസംഗത്തിനിടെ MK സ്റ്റാലിനെയും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ട്രോളി. കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായതിന് പിന്നാലെ എല്ലാം തീരുമാനമായി എന്ന അർത്ഥത്തിൽ സ്റ്റാലിൻ കാണിച്ച ആംഗ്യത്തെയാണ് വിജയ് പ്രസംഗത്തിനിടെ ട്രോളിയത്. ആ ദൃശ്യം കാണാം. அவங்க இருந்திருந்தா ஒரு ஆக்ஷன் பண்ணணும்னு எனக்கு தோணுச்சு. எல்லாரும் போயிட்டாங்க. இல்லை ஒரு பர்மிஷன் பண்ணலாமா? இப்பவும் பண்ணலாம், ஒன்றும் தப்பு இல்லை. അതിനെ തിരിച്ച് പരിഹസിച്ചു പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും രംഗത്തെത്തി. മുഖ്യമന്ത്രി നിയമസഭയെ ഷൂട്ടിംഗ് സ്പോട്ടാക്കിയെന്നും വിജയുടെ അഭിനയത്തിന് സ്പീക്കർ ആക്ഷൻ കട്ട് എന്നിവ പറയുന്നുണ്ടെന്നും സ്റ്റാലിൻ പരിഹസിച്ചു. വിജയുടെ ശ്രമം സമൂഹ മാധ്യമത്തിലേക്ക് 10 റീൽ ഉണ്ടാക്കാനായിരുന്നെന്നും പക്ഷേ എല്ലാം വളരെ കൃത്രിമമായി തോന്നിയെന്നും ഉദയനിധി പറഞ്ഞു. முதலமைச்சர் இன்னைக்கு ஒரு ஸ்கிரிப்ட் எடுத்துட்டு வந்திருக்காரு. அந்த ஸ்கிரிப்டை அவர் பேசி முடிக்கிற வரைக்கும் நான் யாருக்கும் பதில் சொல்ல மாட்டேன் அப்படிங்கிற தோணியில் அந்த டைலாக் அந்த ஃபுல் டைலாக் அந்த சீனோட டைலாக் பேசி முடிக்கிற வரைக்கும் யாரும் கட் சொல்லக்கூடாது அப்படிங்கிற மைண்ட் செட்லேயே ஒரு ஷூட்டிங் போனால் எப்படி இருப்பாரோ அதே மாதிரி இன்றைக்கி சட்டமன்றத்தை ஒரு ஷூட்டிங் ஸ்பாட்டாக அவர் இன்றைக்கி மாற்றி காட்டியிருக்கிறாரு. விசில் அடிக்க ஆரம்பிச்சிட்டாங்க. இன்னும் ஒரு மினிஸ்டர்லாம் டான்ஸ்லாம் நேரத்தில் ஆட ஆரம்பிச்சிருவார்னு நினைக்கிறேன். பாட்டெல்லாம் போட்டு ஐட்டம் சாங்லாம் போடுவாங்க. പക്ഷെ അവിടെ 2 സിനിമാക്കാരാണ് അവിടെ ഉള്ളത്. നല്ല തമാശയായിരിക്കും ഇനി അങ്ങോട്ടല്ലേ. ഇതിനകത്ത് ഈ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും സംഭാഷണങ്ങളിൽ നമ്മളിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നത്, അതായത് സാധാരണ മറ്റു വിഷയങ്ങളായിരിക്കും അവതരിപ്പിക്കുക, പക്ഷേ സീൻ, ഡയലോഗ്, ആക്ഷൻ, വിസിലടി, ഡാൻസ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും അവരുടെ പ്രസംഗങ്ങളിൽ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വളരെ ചടുലമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭരണം അത് കാഴ്ചവെക്കാനായിട്ട് വിജയ് അവിടെ ബോധപൂർവം ശ്രമിക്കുന്നു. അതാണ് യുവാക്കളെ തിളപ്പിക്കുന്ന തരത്തിൽ അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കാനുള്ള ശ്രമം വിജയുടെ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഈ തമിഴ്നാടിൻ്റെ ഒരു പൊതു അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി അഴിമതി ഏതാണ്ട് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരുന്നു. ഓരോ ചെറിയ കാര്യത്തിനും എത്രയാണ് കൈക്കൂലി കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ അവിടെ ഉണ്ടായിരുന്നു. അത് ഇല്ലാതായി. 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. സനീഷ്, അവിടെ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെ 1 രൂപ പോലും പൈസ കൊടുക്കാതെ വിജയിച്ചു വന്നയാളാണ് വിജയ് എന്നുള്ളത് ഓർക്കണം. അവിടുത്തെ ആ അഴിമതി, ജനാധിപത്യ സംവിധാനത്തിലെ ആ അഴിമതി സാധ്യത തന്നെ അവിടെ തടഞ്ഞുകൊണ്ട് അങ്ങനെ വിജയിച്ചു വന്ന, ഏറെക്കാലത്തിന് ശേഷം അങ്ങനെ വിജയിച്ചു വന്ന ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹം ഭരിക്കുമ്പോൾ
വേഗത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ടാസ്മാക്കിൻ്റെ കാര്യത്തിലായാലും പെട്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച തീരുമാനങ്ങളിൽ ഒരു പരിധിവരെയെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നു. വനിതകളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് സിംഗപ്പൺ പോലീസ് അവിടെ ഇറക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ ചെയ്യുന്നു. ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കർഷകർക്കുള്ള ലോൺ പൂർണ്ണമായി എഴുതിത്തള്ളാനുള്ള മാർഗ്ഗങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത്. അതുപോലെ വൈറ്റ് പേപ്പർ കൊണ്ടുവന്ന് അത് വലിയ ചർച്ചയാക്കുന്നു. സാധാരണ വൈറ്റ് പേപ്പർ കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, അത് വലിയ ചർച്ചയാക്കുന്നു അവിടെ. അതേസമയം തമിഴ്നാടിൻ്റെ ഉറച്ച അവരുടെ ഒരു ചില വിഷയങ്ങളിലെ നിലപാട്, ഭാഷാ വിഷയത്തെ നിലപാട്, ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എന്നുള്ളത് വിജയ് പ്രഖ്യാപിക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിജയ്ക്ക് തമിഴ്നാട്ടിലെ മുൻ സർക്കാരുകളുടെയോ അല്ലെങ്കിൽ DMK-യുടെയോ ഒക്കെ നിലപാടൊക്കെ തന്നെയാണ്. പക്ഷേ അത് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു. അതിലൊക്കെ എന്തായിരിക്കും വിജയുടെ നിലപാട് എന്നുള്ളതായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരു നിലപാട് ഈ കാര്യത്തിലൊക്കെ വിജയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ആ കാര്യത്തിലൊക്കെ കർശനമായി തമിഴ്നാട് പിന്തുടർന്നു പോരുന്ന ആ നിലപാട് തന്നെയാണ് വിജയ് കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രകടമായ വ്യത്യാസം ആളുകൾക്ക് നേരിട്ട് ഒറ്റയടിക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്, അഴിമതി അഴിമതിക്കൊരു ഫുൾ സ്റ്റോപ്പ് എന്നുള്ള ഒരു പ്രതീതി അവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ അധികം പൈസ കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടില്ല. അങ്ങനെ ഓരോ ചെറിയ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ അതിന് വേറെ പൈസ കൊടുക്കണമായിരുന്നു. ഇത്തരം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സംഭവിക്കാൻ പോകുന്നുണ്ടാ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ക്വിക്ക് ഡിസിഷൻ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കുഴപ്പം റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ റിസ്കിലേക്ക് വളരെ പെട്ടെന്ന് ഈ പരിചയസമ്പന്നത ഇല്ലാത്തത് കൊണ്ട് തന്നെ വിജയ് സർക്കാർ പോയി വീഴുമോ എന്നുള്ള തോന്നൽ എല്ലാവർക്കുമുണ്ട്. പിന്നെ പണ്ടേ തമിഴ്നാട്ടിൽ ഈ വ്യക്തി അധിക്ഷേപം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉള്ളത് തന്നെയാണ്. അത് നേരത്തെ ജയലളിതയുടെ കാലത്തായാലും കരുണാനിധിയുടെ കാലത്തായാലും ഒക്കെ വ്യക്തിയാധിക്ഷേപത്തിൻ്റെ തലത്തിലേക്ക് വരുന്ന തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തലത്തിൽ ഉണ്ടാവാറുണ്ട്. ഇത്തവണയും അതൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ വിജയുടെ ആദ്യ പ്രസംഗം, വിജയ് ആദ്യം സഭയിൽ വന്നിരുന്ന ഉടനെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതും DMK ഹാൻഡിലുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് ഗോളം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം അവിടെ വന്ന് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണെന്നൊക്കെ. പക്ഷേ വിജയ് സഭയിൽ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ അവിടെയും അദ്ദേഹം വെൽ പ്ലാൻഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹം ആ സിനിമയിലെ ആക്ഷൻ ഹീറോയായി തന്നെയാണ് നിയമസഭയിലും അദ്ദേഹം തുടരാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം കുറച്ച് പ്രകോപിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ വല്ലാതെ പരിഹസിച്ചു തുടങ്ങിയപ്പോൾ അതിൽ കുറച്ച് പ്രകോപിതനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രസീവായി സംസാരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുമുണ്ട്. ഉദയനിധി സ്റ്റാലിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും പരിഹാസം ഉണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ അതിനകത്തൊരു പ്രശ്നം, ഇത് രണ്ടുപേരെയും നമ്മളിങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടുപേരും അതായത് ഉറച്ച രാഷ്ട്രീയമുള്ള ഒരു നേതാവ് തന്നെയാണ് ഉദയനിധി സ്റ്റാലിൻ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇത് പകുതി സിനിമയും കൂടിയാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിൽ വിജയ്യെ അത്ര എളുപ്പത്തിൽ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഉദയനിധി സ്റ്റാലിന്. അതുകൂടി ഒരു ഘടകമായി വരുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ മട്ടിൽ അങ്ങോട്ട് പോയാൽ തമിഴക രാഷ്ട്രീയം ഏറെ രസകരമായിരിക്കും തുടർന്നങ്ങോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് തന്നെയാണ് അതിനകത്ത് ഒരു കാര്യമുള്ളത്. ഈ അവരവരുടെ രാഷ്ട്രീയത്തെ വഴിയിൽ തള്ളിയാൽ എന്താ സംഭവിക്കുക ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും എന്നതിനുള്ള നല്ല ക്ലാസിക് ഉദാഹരണം കൂടിയാണ് അവിടെ നിന്ന് വരുന്നത്. അത് ഈ ഒന്ന് പറയുമ്പോൾ DMK-യുടെ രാഷ്ട്രീയം വളരെ ഗംഭീരമായിട്ടുള്ളതാണല്ലോ. പെരിയാറിൻ്റെ ഒക്കെ ലെഗസിയുള്ള ഒരു രാഷ്ട്രീയ സംഗതിയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അഴിമതി എന്നതിലേക്ക് അങ്ങ് മൂക്കുമുത്തി വീണു. ഉദയനിധി സ്റ്റാലിൻ നല്ല നേതാവാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ കൺസിസ്റ്റൻ്റായിട്ട് രാജ്യത്തെ ഏറ്റവും ശക്തമായുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കോറായിട്ടുള്ള സനാതന ധർമ്മം എന്ന പോലുള്ള സംഗതിക്കെതിരെ ഭീകരമായിട്ട് ഇടിക്കാൻ ഒരു മടിയില്ലാത്ത കൊള്ളാവുന്ന നേതാവാണ് ഉദയനിധി സ്റ്റാലിൻ. പക്ഷേ എന്താണ്, രാഷ്ട്രീയം ഇപ്പോൾ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. കാരണം ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് ഈ പറയുന്ന പോലെ അഴിമതി അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്ഷീണമാണ് യഥാർത്ഥത്തിൽ വിജയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങളെ അറ്റാക്ക്. അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് ഈ പറയുന്ന വിവാഹമോചന കേസ് പോലും എടുത്ത് മുന്നിലേക്ക് വെക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിപ്പോൾ കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും എപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കൂടെ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം ഇതിനകത്തുണ്ട്. അതായത് അവരവർ പറഞ്ഞ കാര്യങ്ങൾ, അവരവരുടെ രാഷ്ട്രീയം, ബേസിക് രാഷ്ട്രീയം, അതിനകത്ത് വല്ലാതെ അങ്ങോട്ട് വെള്ളം കലക്കിയാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ നന്നായിട്ട് പരിഹാസ്യരായിട്ടും നല്ല ശക്തരായിട്ടുള്ള ഭരണപക്ഷത്തിന് മുന്നിൽ അല്ലെങ്കിൽ അപ്പുറത്തുള്ള പക്ഷത്തിന് മുന്നിൽ മറുപക്ഷത്തിന് മുന്നിൽ ഒരല്പം ക്ഷീണിതരായിട്ട് നിൽക്കേണ്ടിയും വരും. അതുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയ സംഗതികളിൽ ബേസിക് രാഷ്ട്രീയത്തിൽ വെള്ളം കലക്കാതിരിക്കുക. അതിപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെ തിരിച്ചടി കിട്ടും എന്നതൊരു നല്ല ഉദാഹരണമായിട്ട് ഈ സംഗതികളെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്.
വർഷങ്ങളായി അടക്കി വാണിരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലേറുന്നത്. കഴിഞ്ഞ സർക്കാരിൽ നിന്ന് തന്റെ സർക്കാർ എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്ന് പറയാനാണ് വിജയ് ഇന്ന് നിയമസഭയിൽ ഊന്നൽ നൽകിയത്. DMK-യെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു വിജയിയെ നിയമസഭയിൽ ആദ്യ പ്രസംഗം ആരംഭിച്ചത് പോലും. എന്നാൽ വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായ ആക്ഷേപത്തിലേക്ക് കടക്കുന്നു എന്ന് നമ്മൾ കണ്ടു. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താമെങ്കിലും അതിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നത് യോജിക്കാൻ കഴിയുന്നതല്ലല്ലോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. സഭയിലെ മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് അതേക്കാൾ രൂക്ഷമായും അതിരുവിട്ടുമാണ് പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചത്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് യുവനേതാക്കൾ എത്തുമ്പോൾ കുറച്ചുകൂടി മാന്യത എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിനിമാ സ്റ്റൈൽ രംഗങ്ങൾ അണികളുടെ കയ്യടി നേടുന്നതിന് ഉപകരിക്കുമെങ്കിലും വാക്കുകൾ അതിരുവിടുന്നത് ശത്രുത വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നെല്ലാം പറയുന്നുണ്ട് രാഷ്ട്രീയത്തെ ആ നിലക്ക് നോക്കുന്ന ആളുകൾ. RDX ഇന്നത്തെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.